പാചകം ചെയ്യണം, നിങ്ങളെ നോക്കണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അംഗനവാടി വീഡിയോ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ അംഗനവാടി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് പോർഷൻസും കാര്യങ്ങളും ഒക്കെ കാണാം. ഇത് കണ്ടോ, ഇത്ര മനോഹരമായ ഈ ഒരു പൂന്തോട്ടവും ഈ ഒരു ഗാർഡനും ചെറിയൊരു പച്ചക്കറി തോട്ടവും ഒക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ ആരാണ് ഇത്ര അടിപൊളിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നതെന്ന് അറിയണ്ടേ? കാണിച്ചു തരാം. ഇപ്പൊ കുറച്ച് ചൂട് കാലമാണ്, എന്നിട്ട് പോലും ഇത്രയധികം പൂക്കളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും അതിന് വെള്ളം ഒഴിക്കുകയും അതിനെ കാത്ത് പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഷൈനി ടീച്ചറിൻ്റെ കൂടെ അതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഒരാൾ കൂടിയുണ്ട്. അതാണ് ഈ അംഗനവാടിയിലെ ഹെൽപ്പർ ഹസീന ചേച്ചി, അതായത് കുട്ടികളുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരിയായ ഹസീന ആൻറ്റി. അങ്ങനെ നമ്മൾ ക്ലാസ് റൂമിൽ കയറി. രാവിലെ തന്നെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ സ്വീറ്റ്സ് കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇന്ന് ടീച്ചറില്ല, ടീച്ചർ ഒരു സെമിനാറിന് പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികളെ നോക്കുന്നതും പാചകം ചെയ്യുന്നതും മൊത്തത്തിൽ ഓവറോൾ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഹസീന ചേച്ചിയാണ്. നമ്മൾ എവിടെ വന്നേ? ഏത് മാസമാ? ഫെബ്രുവരി. നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നേ, നമ്മൾ ഇതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇന്ന് ടീച്ചർ സെമിനാറിന് പോയതിനാൽ കുട്ടികളെയും മാനേജ് ചെയ്യുന്നത് ഹസീന ചേച്ചി തന്നെയായിരുന്നു. സോ ആദ്യം തന്നെ അവരെ അറേഞ്ച് ചെയ്തിരുത്തി കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ കുക്കിങ്ങിന് വേണ്ടി അകത്തേക്ക് പോയി. ഈ സമയം നമ്മുടെ ഡോലുവിനെ കാണാൻ വേണ്ടി ഡോലുവിന്റെ കൊട്ടാരക്കര അമ്മച്ചി. ഡോലു, ആരെ ഈ കണ്ണാടി കൊണ്ടു തന്നേ? എന്തി അമ്മച്ചി? താങ്ക് യു പറ. നല്ല കണ്ണാടിയാട്ടോ, സൂക്ഷിച്ചോണം. എന്നാ മുട്ട എന്നാ? ഐ ലവ് യു എന്നാവൻ പറഞ്ഞത്. കുട്ടികൾക്ക് ഇതുപോലെയുള്ള ചോക്ലേറ്റ് ടൈപ്പ് സ്വീറ്റ്സ് മാത്രമേ അവിടെ അലൗഡ് ഉള്ളൂ. കോപ്പിക്കോ പോലെയുള്ള തൊണ്ടയിൽ ഇറങ്ങി പോകുന്ന മുട്ടായി ഒന്നും അവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും അമ്മമാരെടുത്ത് പോയി കേട്ടോ. ആ ശംഖു കാരണമാണ് നിങ്ങൾക്കിപ്പം ബിരിയാണിയൊക്കെ കിട്ടുന്നത്. അതാണ്ട് ഇവരുടെയൊക്കെ പേരൊന്ന് പറഞ്ഞ അമ്മച്ചിക്ക്. ഇതാരാ കുഞ്ഞിവിടെ 2 ദിവസം കൊണ്ട് വരുന്നല്ലേ? പേര് പറ. ഈ മോളുടെ പേരെന്തുവാ? ഈ മോളുടെ പേരെന്ന് പറഞ്ഞേ. കൃഷിക. ഹായ്, ഗുഡ് നെയിം. മോളുടെ പേര് പരിചയപ്പെടുത്തിത്താ. ആഹാ, ഇവരെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എടുക്കൂടാ. കൊച്ചു കുട്ടികളെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ.
എൻ്റെ മമ്മിയും ഒരു ടീച്ചറായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കുട്ടികളെ കണ്ടപ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെ ചിലവഴിച്ചത്. പിന്നെ ഡോലുവിൻ്റെ അമ്മച്ചിയെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും ഒരു സങ്കടവും ഒക്കെയാണ് ഈ കാണിക്കുന്നത്. അവൻ വന്നപ്പോൾ തൊട്ട് പറയുന്നത് അമ്മച്ചി വാ പോവാം, നമുക്ക് സ്കൂട്ടറിൽ കയറി പോവാം, അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു തിരക്കിൻ്റെ ഇടയിലും നമ്മുടെ ഹസീന ചേച്ചി നല്ല അടിപൊളി ഫ്രൈഡ് റൈസും പപ്പടവും മുട്ട പുഴുങ്ങിയതും പിന്നെ സലാഡും ഒക്കെ പ്രിപ്പയർ ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ഇനിയുള്ള പ്രധാന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ടേബിളും കസേരയും ഒക്കെ അടുക്കിയിട്ട് ഓരോ കുട്ടികളെയും കൊണ്ടുവന്ന് അതിനകത്ത് അറേഞ്ച് ചെയ്ത് ഇരുത്തണം. ഒരാളെ ഇരുത്തുമ്പോൾ ഒരാൾ എണീറ്റ് പോവും, അറിയാലോ അവസ്ഥ. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ മാനേജ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരുവിധം എല്ലാവരെയും നമ്മൾ അറേഞ്ച് ചെയ്ത് ഇരുത്തി അതിനുശേഷം എല്ലാവരും കൂടെ ഇന്നത്തെ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. കയ്യിലെന്തുവാ? അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഓരോരുത്തരോടും ഓരോ വിശേഷങ്ങൾ ചോദിച്ചും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചും ആരെങ്കിലും കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വാരിക്കൊടുത്തും ഒക്കെ ചേച്ചി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം നേരെ ആ പാത്രങ്ങളെല്ലാം അപ്പോൾ തന്നെ കഴുകി വെക്കുന്നുമുണ്ട്. അതിനുശേഷം അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കി വിരിച്ച് കുട്ടികളെല്ലാം ഉറക്കാൻ കിടത്തും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന്. അതും പറ്റില്ല. ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ ഉണർന്നിരിക്കും, ഒരാൾ വഴക്കുണ്ടാക്കും, ഒരാൾ കിടന്ന് കരയും. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അങ്ങനെ എല്ലാവരെയും ഉറക്കാൻ കിടത്തിയിട്ട് ചേച്ചി നേരെ അടുത്ത ഡ്യൂട്ടിയിലേക്ക് തിരിയും. ഇവരെല്ലാം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അതിനു വേണ്ട ഉപ്പുമാവും പഴവും ഒക്കെ പ്രിപ്പയർ ചെയ്യലാണ് അടുത്ത പരിപാടി. ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങുന്നത് കൊണ്ട് ഇതുവരെ അവിടുത്തെ ഉപ്പുമാവൊന്നും ട്രൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി തിങ്കളാഴ്ച മുതൽ നമ്മളെ ഡോലു ഒറ്റയ്ക്കായിരിക്കും ഫുൾ ടൈം ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഹസീന ചേച്ചിക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമെങ്കിലും കിട്ടിയിട്ടുണ്ടോ ആവോ. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു മനസ്സും നല്ല ക്ഷമയും ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്നും പോവുകയാണ്. ഡോലു അന്നേരം തൊട്ട് അമ്മച്ചി വാ സ്കൂട്ടറിൽ പോവാമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും പപ്പ നമ്മളെ വിളിക്കാൻ വന്നു. പക്ഷേ അവനപ്പോൾ പപ്പയുടെ കൂടെ പോകണ്ടായിരുന്നു, അവന് അമ്മച്ചിയുടെ സ്കൂട്ടറിൽ തന്നെ കയറിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഡോലൂസ് ഇന്നത്തെ അംഗനവാടിയൊക്കെ കഴിഞ്ഞ് നേരെ സ്കൂട്ടറിൽ കയറി വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴി എവിടുന്നോ ഒരു പാക്കറ്റ് ടോയും കൂടെ അവൻ ഒപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ മറ്റോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് കൂടെ ഇട്ടേക്കണേ. അപ്പോൾ ശരി, ടാറ്റാ, അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.